CPM നേതാവ് ഇ.പി. ജയരാജന്റെ ആത്മകഥയിൽ നേതൃത്വത്തിന് പരോക്ഷ വിമർശനം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നേതൃത്വം വ്യക്തത വരുത്തിയില്ല. ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ വ്യക്തി അധിക്ഷേപം നിലയ്ക്കുമായിരുന്നുവെന്നും ആത്മകഥയിൽ പറയും. വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, ഇന്ന് പ്രകാശനം ചെയ്ത CPM നേതാവ് ഇ.പി. ജയരാജന്റെ ആത്മകഥയിലാണ് നേതൃത്വത്തിൽ അടക്കം ഒരു പരോക്ഷ വിമർശനം ഉയരുന്നു എന്ന് പുറത്ത് വിവരങ്ങൾ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥയായ ഇതാണ് എൻ്റെ ജീവിതം പുസ്തകം പ്രകാശന ചടങ്ങുകളൊക്കെ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സാഹിത്യകാരൻ ടി പത്മനാഭന് നൽകി പ്രകാശന കർമ്മമടക്കം നിർവഹിച്ചത്. ആ ഒരു വേദി തന്നെ വലിയ രീതിയിലൊരു വിമർശന വേദിയാക്കുകയായിരുന്നു എന്നുള്ളതും കൂടിയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശന സ്വരങ്ങളുമൊക്കെ ഉയർന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു അതെന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനം ഈ ഇ.പി. ജയരാജന്റെ ആത്മകഥയായ ഇതാണ് എൻ്റെ ജീവിതത്തിൽ പറയുന്ന ചില പരാമർശങ്ങളാണ്. അതായത് പാർട്ടിക്കെതിരെ, പാർട്ടിയോടുള്ള ഒരു അതൃപ്തി ആ പുസ്തകത്തിൽ തൻ്റെ ആത്മകഥയിൽ വ്യക്തമാക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജൻ എന്നുള്ളതും കൂടിയാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഇതിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ഈ പുസ്തകത്തിൽ ആത്മകഥയിലുള്ള ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് നേരത്തെ DC ബുക്സിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്ന ചില നീക്കങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് അന്ന് ഈ ഇ.പി. ജയരാജൻ പരാമർശിച്ചിരുന്നത്. പിന്നീട് അത് വലിയ വിവാദമാവുകയും ചെയ്തു. പിന്നീട് DC ബുക്സിൻ്റെ ഉടമ തന്നോട് മാപ്പ് പറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ തന്നെ ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പുസ്തകം പ്രകാശനം കഴിഞ്ഞ് വിപണിയിലേക്ക് ഇറങ്ങുമ്പോഴും ആ പരാമർശങ്ങൾ, അത്തരത്തിൽ അന്ന് പുറത്തു വന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര കമ്മിറ്റി തന്നെ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയിലടക്കം താൻ ഉന്നയിച്ചതാണ്. എന്നാൽ താനില്ലാതെ അത് ചർച്ച ചെയ്യപ്പെട്ടു, താനില്ലാതെ അത് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായും ഇ.പി. ജയരാജനെ സംബന്ധിച്ച് ഉയർന്ന ഒരു വലിയ വിവാദം തന്നെയായിരുന്നു വൈദേകം റിസോർട്ട് വിവാദം. ഈ കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിനെ സംബന്ധിച്ച്, അതിൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചൊക്കെ ഇ.പി. ജയരാജന്റെ മക്കൾക്ക് അതിൽ ഷെയറുണ്ട്, ഓഹരിയുണ്ട് എന്നുള്ള തരത്തിലൊക്കെ തന്നെ വലിയ വിവാദം ഉയർന്നിരുന്നു. അന്ന് അത് വലിയ രീതിയിൽ ഈ ഒരു ഇ.പി. ജയരാജൻ ഫൈറ്റിലേക്കൊക്കെ തന്നെ അന്ന് കടന്നിരുന്നു. അന്ന് പാർട്ടിക്കുള്ളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഒരു പരാമർശം, ഈ ഒരു പ്രസ്താവന ഇറക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിന് തുടക്കമിട്ടത് പി ജയരാജനായിരുന്നു. അതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ നമ്മളടക്കം നിരവധി കാര്യങ്ങൾ ഈ ഒരു ഇ.പി. ജയരാജൻ ഫൈറ്റിനെ കുറിച്ചൊക്കെ തന്നെ നമ്മളും അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ വൈദേകം റിസോർട്ടിനെ സംബന്ധിച്ചും അതിൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചുമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് ഇ.പി. ജയരാജൻ ഇന്നത്തെ ചടങ്ങിലും പറഞ്ഞത് തന്നെ മാധ്യമങ്ങൾ ഒരുപാട് വേട്ടയാടിയിരുന്നു, അതിലൊക്കെ താൻ സംശുദ്ധനാണ് എന്നുള്ള തരത്തിലാണ് ഇ.പി. ജയരാജൻ ഇന്ന് ചടങ്ങ് നടന്ന വേദിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. എന്തായാലും ഈ ഒരു വൈദേകം റിസോർട്ടുമായി സംബന്ധിച്ച് അന്ന് മാധ്യമങ്ങൾ ഒരുപാട് വാർത്തകൾ തനിക്കെതിരെ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് താൻ ഇത്രയും അധികം പഴി കേൾക്കേണ്ടി വന്നത് എന്നുള്ള പരാമർശമൊക്കെ ഇന്ന് പുറത്തിറങ്ങിയ ഈ ഇ.പി. ജയരാജൻ്റെ ആത്മകഥയായ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നേരത്തെയും DC ബുക്സ് പുറത്തുവിട്ട അതിൻ്റെ ഒരു കോപ്പി ആയിട്ടുള്ള സോഫ്റ്റ് കോപ്പി അന്ന് പുറത്തു വന്നിരുന്നു. അന്ന് അതിൻ്റെ പേര് കട്ടൻ ചായയും പരിപ്പ് വടയും എന്നായിരുന്നു. പിന്നീട് ഇ.പി. ജയരാജൻ തന്നെ പറയുകയും ചെയ്തു, ഇത് താൻ അങ്ങനെ DC ബുക്സിന് കൊടുത്തിട്ടില്ല. പിന്നീട് അത് വലിയ കേസുകളിലേക്കും അതോടൊപ്പം തന്നെ അന്വേഷണത്തിലേക്കുമൊക്കെ കടക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് DC ബുക്സ് ഉടമ ഇ.പി. ജയരാജൻ്റെ പക്കൽ വന്ന് മാപ്പ് പറയുകയായിരുന്നു എന്നുള്ള തരത്തിൽ ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പുസ്തകം പുറത്തേക്ക് വിപണിയിലേക്ക് എത്തുമ്പോൾ ഇതേ തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നുള്ള ഈ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഇ.പി. ജയരാജന്റെ ആത്മകഥയായ ഇതാണ് എൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും ആവർത്തിച്ച് വരുമ്പോൾ വീണ്ടും ചില സംശയങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ ഉയരുന്നു എന്നുള്ളതാണ്. അതായത് അന്ന് ഇ.പി. ജയരാജൻ നൽകിയ അതേ പുസ്തകം തന്നെയാണോ ഇന്നിപ്പോൾ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള ഈ പുസ്തകം എന്നുള്ള തരത്തിൽ. കാരണം അത്തരത്തിൽ DC ബുക്സിന് താൻ ആത്മകഥ പ്രിന്റ് ചെയ്യാനോ പ്രകാശിപ്പിക്കാനോ ഈ പുസ്തകം പുറത്തിറക്കാനോ ആയിട്ട് DC ബുക്സുമായി സമീപിച്ചിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇ.പി. ജയരാജന്റെ ഇതാണ് എൻ്റെ ജീവിതം എന്ന ആത്മകഥയിലെ ഈ പരാമർശങ്ങൾ വീണ്ടും
വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. പാർട്ടി നേതൃത്വത്തിനോട് തൻ്റെ അതൃപ്തി തുറന്ന് പ്രകടിപ്പിക്കുന്ന തരത്തിൽ ചില വാക്കുകൾ ഇ പി ജയരാജൻ തൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. അതായത് പാർട്ടിയോടുള്ള അതൃപ്തി എത്രത്തോളം പരസ്യമാക്കിയിരുന്നു. മുമ്പും ഇത്തരത്തിൽ തൻ്റെ സ്വതസിദ്ധമായ ചില ശൈലികൾ കൊണ്ട് എപ്പോഴും ശ്രദ്ധ നേടിയിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തും വെട്ടിത്തുറന്ന് പറയുന്നൊരു പ്രകൃതമാണ് ഇ പി ജയരാജൻ്റേത് എന്നുള്ളത് ഇന്ന് ചടങ്ങ് നടന്ന വേദിയിലും ഇത്തരത്തിലുള്ള ചില വെട്ടിത്തുറന്ന് പറച്ചിലുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു പുസ്തകം വിപണിയിലേക്ക് എത്തുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ്. പ്രകാശന കർമ്മം അടക്കം കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക, ഇതെങ്ങനെയൊക്കെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. ഇ പി ജയരാജൻ പാർട്ടിയോടുള്ള പാർട്ടി നേതൃത്വത്തോടുള്ള ഇ പി ജയരാജൻ്റെ അതൃപ്തി തൻ്റെ ആത്മകഥയായ ഇതാണ് എൻ്റെ ജീവിതത്തിലും പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാർത്തു. ശരി, CPM നേതാവ് ഇ പി ജയരാജന്റെ ഇന്ന് പ്രകാശനം ചെയ്ത ആത്മകഥയിലെ പരാമർശങ്ങളിലാണ് ഒരു പരോക്ഷ വിമർശനം നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്തിയില്ല എന്ന ഒരു പരാമർശത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കുന്നത്. പരോക്ഷ വിമർശനത്തിലേക്ക് അടക്കം അത് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.